ഞാൻ ആരോ ആണെന്നൊരു തോന്നലും. ഇയാൾ ആരാ എന്നോട്? ഇന്ന് ദൈവത്തിൽ സംസാരിക്കുന്ന ഒരു ഭാഗം ഞാൻ പണ്ട് ശുശ്രൂഷയുടെ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത് ഒരു നോട്ട്ബുക്കാണ്. അതിൽ കുറിച്ച് വെച്ച ഒരു നോട്ട്, വചനത്തിൽ നിന്ന് പ്രസംഗിക്കാൻ വേണ്ടി കുറിച്ച് വെച്ചൊരു നോട്ട്, ഏകദേശം 25 വർഷം മുമ്പ് അത് പ്രസംഗിച്ചതാണ്. പക്ഷേ ഇന്ന് അതേ നോട്ട്ബുക്ക് ഞാൻ കണ്ടെടുത്ത് വന്ന് പ്രസംഗിക്കുകയാണ്. പക്ഷേ ഈ വിഷയം ഇതിനോടൊക്കെ എത്രയോ പ്രാവശ്യം ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടൊന്നുമല്ല പ്രസംഗിക്കുന്നത്. പക്ഷേ എത്ര പ്രസംഗിച്ചാലും അത് അത്രയ്ക്ക് ഗൗരവമുള്ളതായതുകൊണ്ട് വീണ്ടും വീണ്ടും അതൊന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, അത് എന്താണെന്ന് ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ട്? 5 അക്ഷരമാണ് ഇംഗ്ലീഷിലുള്ളത്. ANGER, ആങ്കർ, കോപം. ആ വാക്കിൻ്റെ തൊട്ട് മുമ്പിൽ ഒരക്ഷരം കൂടെ ചേർത്താൽ, D എന്നൊരക്ഷരം കൂടെ ചേർത്താൽ ഡേഞ്ചർ എന്നാകും. അപ്പം ആങ്കർ ഈസ് ഡേഞ്ചർ അല്ലേ? കോപം വലിയ അപകടകാരിയാണ് പ്രിയപ്പെട്ടവരെ, അല്ലേ? ഇവിടെ ഇത് കേൾക്കുന്നത്, എൻ്റെ മുമ്പിലിരിക്കുന്നത് നിങ്ങളാരും കോപിക്കാത്ത നല്ല കുഞ്ഞാടുകളായതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നിങ്ങളിത് കേട്ടില്ല എന്നും കൂട്ടിക്കും, അല്ല ഇന്നൊരു ദിവസം ക്ഷമിച്ചേര്. പക്ഷേ ഈ കോപിക്കുന്ന എന്നെപ്പോലുള്ള പാവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് ഞങ്ങളെപ്പോലുള്ള പാവികൾക്ക് വേണ്ടിയാണ്, അതുകൊണ്ട് കേട്ടോ. അപ്പം മുൻകൂർ ജാമ്യം എടുത്ത് തന്നാൽ കുഴപ്പമില്ലല്ലേ? അപ്പം കോപം, ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം. ജെയിംസ് ചാപ്റ്റർ 1:20. യാക്കോബ് 1:20. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. അത് ഇംഗ്ലീഷിൽ അങ്ങനെ വായിക്കും. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, മാൻസ് ആങ്കർ ക്യാൻ നെവർ മേക്ക് തിങ്സ് റൈറ്റ് ഇൻ ഗോഡ്സ് സൈറ്റ്. ശ്രദ്ധിച്ച് കേൾക്കണം. മാൻസ് ആങ്കർ ക്യാൻ നെവർ മേക്ക് തിങ്സ് റൈറ്റ് ഇൻ ഗോഡ്സ് സൈറ്റ്. ദൈവമുമ്പാകെ നമ്മുടെ കോപം കൊണ്ട്, കോപിച്ചത് കാരണം ഒന്നും നേരെയാക്കാൻ പറ്റത്തില്ല. ഇത് ഞാനിപ്പം അങ്ങനെ പറഞ്ഞു വിട്ടാൽ അത്ര ഗൗരവമായിട്ട് നിങ്ങൾ എടുക്കുമെന്ന് അറിയത്തില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കോപിച്ചിട്ട് എന്ത് ഗുണമുണ്ടായി ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഈ കോപിച്ച് പിള്ളേരെ വഴക്ക് പറയുന്നു, പിള്ളേരെ അടിക്കുന്നു, അല്ലേ? പിള്ളേർ നന്നായോ? നിങ്ങൾ കോപിച്ചുകൊണ്ടാണോ അവർ നന്നായേ? അല്ലേ? ഇന്ന് ഒത്തിരി പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ, അപ്പനെയും അമ്മയും സത്യം പറഞ്ഞ ദേഷ്യം അവർക്കിപ്പം, അല്ലേ? നിങ്ങൾ കോപിച്ച് 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 അവർക്കിപ്പം നിങ്ങളെ കണ്ടുകൂടാതായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതാ സത്യം. പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പം പിള്ളേർ എന്തിക്കുക, എൻ്റെ അപ്പനും അമ്മ ഇതൊന്ന് കേട്ടിരുന്നെങ്കിൽ ഇതൊന്ന്, അല്ലേ? അപ്പം നമ്മുടെ കോപം കൊണ്ട് വി കനോട്ട് മേക്ക് തിങ്സ് റൈറ്റ്. അതാണ് സത്യം. ഇനി കോപത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പുതുനിയമത്തിൽ വന്ന ചില വാക്യങ്ങൾ ഇതിനെ നോക്കിയിട്ടൊന്ന് പോകാം. എങ്കിലും ഞാനീ പറയുന്നത് കഥയല്ല പറയുന്നത്, വചനമാണ് പറയുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയും. അപ്പോസ്തലൻ പറയുക, അതിനൊരു വലിയ ലിസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ലിസ്റ്റ് വായിച്ചപ്പോൾ ഇത് നമ്മളെ ഒന്നും ബാധിക്കുന്നതല്ല. പക്ഷെ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഉണ്ട്, അത് കുറച്ചുകൂടെ കട്ടി ഡോസ് കൂട്ടിയ സാധനങ്ങളൊക്കെ അതിനകത്തുള്ളത്. എന്താണ്? ക്രോധം, ഔട്ട്ബേഴ്സ്റ്റ് ഓഫ് ആങ്കർ, റാത്ത്, ഇതൊക്കെയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കിയില്ല. സിമ്പിൾ, വേറൊന്നുമല്ല. ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഇത് വളരെ ഗൗരവമുള്ള കാര്യം. അപ്പോസ്തലൻ പറയാം, ഞാനിത് മുമ്പേ പറഞ്ഞിട്ടുണ്ടേ, ഒന്നുകൂടെ പറയുക, ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഇനി നമ്മൾ കോപിക്കുമ്പം പറ്റുന്ന മറ്റൊരു പ്രശ്നം, അത് ആരെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ കോപിഷ്ഠനായൊരു ഭർത്താവുണ്ടെങ്കിൽ ആ കുടുംബജീവിതത്തെ എഫക്റ്റ് ചെയ്യുമെന്ന് പറയും. അല്ലെങ്കിൽ ഈ പറഞ്ഞ അപ്പനും അമ്മയും ഭയങ്കര കോപിക്കുന്നവരാണെങ്കിൽ മക്കളെ എഫക്റ്റ് ചെയ്യുമെന്ന് പറയും. അല്ലെങ്കിൽ ഒരു ബോസ് വളരെ ഒരു മുൻകോപിയാണെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവരുടെ കാര്യം കെട്ടപ്പോകാം, അല്ലേ? ഇതൊക്കെയായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ അതൊന്നുമല്ല ഇവിടെ. മനുഷ്യരെ ഒഫൻഡ് ചെയ്യുന്ന അല്ല വിഷയം.
എഫേസ്യ ലേഖനത്തിലേക്ക് വന്ന 4-ാം അധ്യായം 30-31 വാക്യം. എഫീഷ്യൻസ് ചാപ്റ്റർ 4:30 and 31. അതൊന്ന് വായിച്ചാട്ടാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായ നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നമ്മൾ പലപ്പോഴും ഈ ഈ പിശാചിനെ ശാസിച്ച് വിടുന്നത് എങ്ങനെ? വിട്ടുപോ എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പിശാചിനെയല്ല ശാസിക്കേണ്ടത്. എന്തിനെയൊക്കെയാണ് ശാസിക്കേണ്ടിയേ? ഇത് കഴിഞ്ഞിട്ട് കോപമുള്ളതെല്ലാം മുന്നോട്ട് വന്നാൽ എന്ത് ചെയ്യും? നിങ്ങളുടെ എല്ലാം തലേക്ക് വെച്ച് വിട്ടുപോ കോപം. എന്തൊക്കെയാ? എല്ലാ കയ്പും വിട്ടുപോ. അടുത്തത് എല്ലാ കോപവും വിട്ടുപോ. പിന്നെന്താ? ക്രോധം. പിന്നെ കൂറ്റ എന്തോന്ന് പോലും അറിയത്തില്ല. അത് ഇംഗ്ലീഷിൽ അങ്ങനെ വായിച്ചു നോക്കിയാൽ പിന്നെയും മനസ്സിലാവുന്ന ഭാഷയെ വല്ലും അല്ലേ. ഇതെല്ലാം വിട്ടുപോകേണ്ട സാധനങ്ങളാണ് അല്ലേ. ഇതെല്ലാം നമ്മളെ വിട്ടുപോകണം അല്ലേ. ഈ സകല ദുർഗുണവും അല്ലേ, ഇതെല്ലാം നമ്മളെ വിട്ടുപോകണം. പക്ഷേ ഇത് വിട്ടുപോയാലുള്ള കുഴപ്പം തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ വായിച്ചു, പരിശുദ്ധാത്മാവിനെ ഡു നോട്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. അപ്പം നമ്മൾ നിരന്തരം കോപം അല്ലെങ്കിൽ കോപം വിട്ടുമാറാതെ നമ്മൾ കൊണ്ടു കിടക്കുന്നെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ നിരന്തരം ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കിയേ, വിൽ ഹി ബി ദ കംഫർട്ടർ? അവൻ്റെ ആശ്വാസം നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. അടുത്തത്, വിൽ ഹി ഗൈഡസ്? പരിശുദ്ധാത്മ നമ്മളെ ഗൈഡ് ചെയ്യുമോ? പരിശുദ്ധാത്മ ദുഃഖിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് പോയി ഗൈഡൻസ് ചോദിക്കുന്നത് അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ നമ്മളെ ആശ്വസിപ്പിക്കുന്നു, നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്, നമ്മളെ വഴി നടത്തുന്നു, വഴി കാട്ടിത്തരുന്നു, നമ്മളെ സകല സത്യത്തിലേക്ക് നടത്തും, അതിൽ പഠിപ്പിച്ചു തരുന്നു. ഇതെല്ലാം താൻ ചെയ്യുന്നു. പക്ഷേ ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച് ഒരു മൂലയിലിരുത്തിയാൽ പിന്നെ ആ പരിശുദ്ധാത്മാവിൻ്റെ എന്ത് ശുശ്രൂഷയാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്? അപ്പം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആ കോപം ഒന്ന് നിയന്ത്രിച്ച് അതൊന്ന് ഡീൽ ചെയ്തേ പറ്റൂ പ്രിയപ്പെട്ടവരെ. അടുത്തത്, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കോപിക്കുന്നത്? വാട്ട് ആർ ദി റീസൺസ് ഫോർ യു ടു ഗെറ്റ് ആംഗ്രി? ചിലർ പറയാറുണ്ട്, എൻ്റെ വല്യപ്പച്ചൻ ഭയങ്കര, ഞങ്ങൾ കുടുംബത്തിൽ, ഇറ്റ് റൺസ് വിത്ത് എ ഫാമിലി, ഞങ്ങളുടെ കുടുംബം ആരാന്ന് അറിയാം. അയ്യോ, എൻ്റെ വല്യപ്പച്ചൻ പുലിയായിരുന്നു, അങ്ങനെ ദിവാൻ പേഷ്കാറായിരുന്നു, പിന്നെ അതായിരുന്നു അപ്പം പട്ടാളത്തിൽ അങ്ങനെ വലിയ ഹവീൽദാർ ആയിരുന്നിരിക്കും, അതിന് പറയുന്നത് പട്ടാളത്തിൽ ജനറലായിരുന്നെന്നാ, പിന്നെന്താ അല്ലേ. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ ഈ കോപമുണ്ട്. കുടുംബത്തിൽ കോപം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കോപിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. അത് ഫാമിലി ലൈനൊന്നുമല്ല, അത് ബ്ലഡ് ലൈനൊന്നുമല്ല കോപം. അവിടെ പല കാരണങ്ങളാണ്. നമ്മൾ പഴയ നിയമത്തിൽ 3 കാരണം നോക്കാം ഇൻട്രസ്റ്റിംഗ്ലി. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 11-12, 2 Kings 5:11 and 12. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 11-12 വാക്യം. അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു. അയ്യോ, നായമാൻ, ഈ പാർട്ടി ആരാന്നറിയാമല്ലേ. ഇദ്ദേഹത്തെ പറ്റിയൊരു വിശേഷണമുണ്ട്. ആദ്യത്തെ എന്താണ്, സിറിയയിലെ രാജാവിൻ്റെ സേനാധിപനായിരുന്നു അല്ലേ. ഇദ്ദേഹം വലിയ ആളായിരുന്നു. ഇദ്ദേഹം കാരണം രാജാവിന് ഭയങ്കര ജയമൊക്കെ ഇയാൾക്ക് കിട്ടി. അതുകൊണ്ട് അത് പറ്റി ഇയാളെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ എന്തും കൂടെ ആയിരുന്നു, പരാക്രമശാലിയായിരുന്നു. എങ്കിലും വന്നപ്പോൾ എല്ലാം പോയി. ഇവിടെ ഇരിക്കുന്ന പലരും പുലികളാണ്, പക്ഷേ എങ്കിലും എന്താണ് എങ്കിലും, ബട്ട് ഹി വാസ് എ ലെപ്പർ. ബട്ട് വന്നപ്പം പോയി. അതിനു മുമ്പുള്ള മഹാനും മാന്യനും പരാക്രമശാലിയൊക്കെ കൊള്ളാം, പക്ഷെ ബട്ട് വന്നപ്പോഴോ അല്ലേ, ഇയാൾ ആൾ വലിയ കമാൻഡറാണ്, പക്ഷേ ഇയാൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതാരും വെളിയിൽ കാണുന്നില്ല. ഇയാൾ ഈ സൂട്ടും കോട്ടും ഇതൊക്കെ ഇട്ട് മറ്റേ മടലൊക്കെ തൂക്കി ഇതൊക്കെ വെച്ച് ഗമയിൽ എഴുന്നേറ്റ് രാവിലെ ഈ പറഞ്ഞ വണ്ടിയെ കയറി പോകുന്ന കണ്ട ആർക്കും പിടികിട്ടത്തില്ല. പക്ഷേ വീട്ടിൽ വന്ന് ഉടുപ്പൂരി അവിടെ ഇടുമ്പം അവിടെ ഒരു വേലക്കാരി പെണ്ണുണ്ട്, അവളിത് കാണുന്നുണ്ട് ഈ ഉടുപ്പിൽ എന്തൊക്കെ പറ്റിയിരിക്കുന്നതെന്ന്. അവളിത് കഴിവുമ്പം അവൾ, ദൈവമേ സാറിന് ഈ ഒരു അസുഖമുള്ളത്, ദൈവമേ സാറ് വലിയ ആളാണ്, രാജാവിൻ്റെ അടുത്ത ആളാണ്, പക്ഷേ സാറിന് ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ, ഇതാരും അറിയുന്നില്ല, എനിക്കറിയാം. അവളൊരിക്കൽ വീട്ടിലെ കൊച്ചമ്മയോട് പറഞ്ഞു, മാഡം ഞാനൊരു കാര്യം പറയട്ടാ, ഞങ്ങളുടെ നാട്ടിൽ അവിടെ ഒരു ദൈവമനുഷ്യനുണ്ട്, അയാളടുത്തൊന്ന് പോയിരുന്നെങ്കിൽ ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ദൈവം കൊടുക്കും. ഇവളൊരു നല്ലവളായതുകൊണ്ട്, അവൾ വിശ്വസ്തയോടുകൂടി അവിടെ ജോലി ചെയ്യുന്നവളായതുകൊണ്ടും ആ മിസ്ട്രസ്സിന് അല്ലേ, അവളുടെ ആ വീട്ടമ്മയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞു. അവളെന്ത് ചെയ്തു, ഭർത്താവിനോട് പറഞ്ഞു, ദേ നമ്മുടെ വീട്ടിൽ ആ പെണ്ണില്ല, അവൾ നല്ലൊരു പെണ്ണാണ്, നല്ലൊരു കൊച്ചാ, അവൾ ഇങ്ങനൊരു കാര്യം പറയുന്നത്, അവളുടെ നാട്ടിൽ ഇങ്ങനൊരു ദൈവപുരുഷനുണ്ട്, ഒന്ന് പോകാമോ?
ഇതുവരെ കൊള്ളാം, നോക്കണേ. അയാൾ പോകാൻ തീരുമാനിച്ചു. അയാൾ പോയി എന്ത് ചെയ്തു? അപ്പോൾ അയാൾ പോകുമ്പം ചുമ്മാ കയറി പോകാൻ പറ്റുമോ? അയാൾ പോയി രാജാവിൻ്റെ എഴുത്തൊക്കെ മേടിച്ചോണ്ടാണ് പോയത്, അല്ലേ? ഹൈ റെക്കമെൻഡേഷനോടുകൂടിയാണ് പോയത്. അവിടെ ചെന്നപ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. എന്താണ്? ആ ദൈവപുരുഷൻ്റെ അവിടെ ചെന്നപ്പം എന്ത് ചെയ്തു? അവിടെ തൊട്ട് മുമ്പിലത്തെ വാക്യം കൂടെ വായിക്കണം. ആ ദൈവമനുഷ്യൻ എലീശ ആളയച്ച്, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക. തൊട്ട് മുമ്പിലത്തെ കൂടെ പരിവാരങ്ങളായിട്ട് എവിടെ വന്നു നിന്നു? അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശയുടെ വീട്ടുവാതിൽക്കൽ വന്നു നിന്നു. ഇപ്പം നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് ഇന്നലെ ഡൽഹി വന്നു. എന്തൊരു വരവായിരുന്നു! അതൊരു 1.5 വരവായിരുന്നു. അദ്ദേഹം വന്ന പ്ലെയിൻ, അദ്ദേഹം കയറി വന്ന കാറ് എല്ലാം കാണാൻ തന്നെ ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ വെല്ലുന്ന രീതിയിലാണ് റഷ്യൻ പ്രസിഡന്റ് വന്നത്. അതൊരു ഗമയുണ്ട്. അതുപോലെ ഇയാളും വന്ന് ഇരിക്കുക. ആരാ? രഥത്തോടും. പക്ഷെ ആരാണ് ഇതിനകത്ത് വരുന്നത്? സ്ഥാനം കൊണ്ട് കമാൻഡറാണ്. പക്ഷെ എന്താ പ്രശ്നം? ഉടുപ്പ് മാത്രം ഊരി നോക്കരുത്, അല്ലേ? ഫുൾ കൈയൊക്കെ ഇട്ടാണ് പുള്ളി വരുന്നത്. കാര്യം എന്താ? ആരും കാണരുത്. ഇതുപോലെ നമ്മളെല്ലാം വലിയ കമാൻഡേഴ്സാണ്, രഥവും കുതിരയൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഉടുപ്പൂരി കഴിവുന്നവർക്കേ അറിയാവും നമ്മുടെ സ്വഭാവം എന്താണെന്ന്. മിക്കവാറും നമ്മുടെ ഭാര്യയ്ക്ക് അറിയാം. ഇനി ഭാര്യമാരും മോശമൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കൂടെ കിടക്കുന്നതിനെ രാപ്പനി അറിയുമെന്ന് പറഞ്ഞ പോലെ വീട്ടിലുള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. പക്ഷെ നമ്മളിത് പൊതിഞ്ഞ് അങ്ങ് വയ്ക്കും. എന്നിട്ട് നമ്മൾ പുറത്ത് വലിയ മിടുക്കന്മാരായിട്ട് നമ്മൾ നടക്കും, അല്ലേ? ചിലർ ചിന്തിക്കുക എൻ്റെ കെട്ടിയവനൊന്ന് വരണ്ടിയായിരുന്നു. അല്ല, നിങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ കൊണ്ടുവന്ന്, കെട്ടിയവനെ കേൾപ്പിക്കാനല്ല. ശരി, അപ്പം ഈ ദൈവപുരുഷൻ്റെ വീടിൻ്റെ വെളിയിൽ ചെന്ന് ഈ വലിയ സെറ്റപ്പുമായിട്ട് ചെന്ന് നിന്നു. അപ്പോൾ ദൈവമനുഷ്യൻ എന്തോ പറയുന്നേ? എലീശ ആളയച്ചു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്ക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു. ദൈവപുരുഷൻ പറഞ്ഞത് എലീശ ഇത്രയേ പറഞ്ഞുള്ളൂ. ഇങ്ങോട്ടൊന്നും വരണ്ട, ഇങ്ങോട്ട് ഞാനിപ്പോൾ അങ്ങോട്ട് ഇറങ്ങി വരുന്നുമില്ല. ആ വേലക്കാരന് വിട്ടേച്ച് പറയേ, ഇടേ ചെന്ന് പറ, അയാളുടെ പോയി ആ യോർദാനിൽ ചെന്ന് ഒരു 7 പ്രാവശ്യം മുങ്ങി കുളിച്ചിട്ട് പൊയ്ക്കോളാൻ പറ, അയാളുടെ ദേഹം പഴയ പോലെയാവും. അപ്പോൾ ഈ പയ്യൻ ചെന്ന് പറഞ്ഞു, സാറേ, അദ്ദേഹം പറഞ്ഞു പൊയ്ക്കോളാൻ. ആ പോകുന്ന വഴിക്ക് യോർദാനിൽ ചെന്ന് 7 വട്ടം മുങ്ങി പൊയ്ക്കോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് മറ്റേയാൾ എന്താണ് അടുത്ത വാക്ക്? അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ച് പുറപ്പെട്ടു. ഏറ്റവും ക്രുദ്ധിച്ച് അപ്പോഴത്തേക്കും പുറപ്പെട്ടു കഴിഞ്ഞു. ഈ ദേഷ്യം വന്നാൽ അടുത്ത പണി എന്താണെന്നറിയാമോ? ആൾ പുറപ്പെട്ടു, തിരിച്ചു പോയി കഴിച്ചു. വണ്ടി എടുപ്പോവാം എന്ന് പറഞ്ഞെങ്കിൽ തിരിഞ്ഞു. പുറപ്പെട്ട് അവൻ തന്നെ പുറത്തു വന്ന് അടുത്തു നിന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തന്റെ കൈ ആ സ്ഥലത്തിന് മീതെ ആട്ടി. എന്തോ മറ്റേ കുന്തിരിക്കൊക്കെ ഇങ്ങനെ എന്ത് ഇങ്ങനെയാണോ എലീശ? ഒന്നാമത്തെ കാര്യം, വേറെ ആരെ എലീശ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ചരിത്രമുണ്ട് ഇയാൾ കേട്ടിട്ടുണ്ടോ? വല്ലതും? ഇയാളങ്ങ് സങ്കല്പിക്കുകയാണ് ഇയാളുടെ നാട്ടിൽ മന്ത്രവാദികളൊക്കെ ഇതാ ചെയ്യുന്നത്. അത് മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ അതും ചിന്തിച്ചുകൊണ്ടാണ് ഇവിടെ വരുന്നത്. എന്നിട്ട് എന്താണ് ഇങ്ങനെ? അല്ലല്ല, ആദ്യം അയാൾ ഇറങ്ങി വരും, എന്നിട്ട് വന്നിട്ട് എന്ത് ചെയ്യും? പുറത്ത് വന്ന് നിൽക്കും. എന്നിട്ട് അടുത്ത് വന്നു, അല്ലേ, ഈ കുഷ്ഠരോഗിയുടെ അടുത്ത് വന്ന് നിൽക്കും. എന്നിട്ട് തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കും. എന്നിട്ട് ആ കൈ ഇങ്ങോട്ടെടുത്ത് ആ സ്ഥലത്ത് എവിടേക്കാ കുഷ്ഠമുള്ളത്? ആ സ്ഥലത്ത് മീതെ ആട്ടി. എങ്ങനെ? സ്ഥലത്തിന് മീതെ ഇങ്ങനെ ആട്ടും. ഇത് ഇയാളോട് ആര് പറഞ്ഞു ഇങ്ങനെ കാട്ടുമെന്ന്? ഇതാ നമ്മുടെ പ്രശ്നം. ഈ ജാതികളുടെ വഴി കണ്ടു പഠിച്ചുകൊണ്ട് ഇതെല്ലാം സഭയ്ക്കകത്തും വരും. എന്നിട്ട് ഇവിടെ വന്ന് പാസ്റ്റർ ആട്ടി പ്രാർത്ഥിക്കണം. ഇതാര് പറഞ്ഞു? നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറയല്ല, ഐ എം ടെല്ലിങ് ദ ട്രൂത്ത്. കാര്യം വി കം വിത്ത് എ ലോട്ട് ഓഫ് ബാഗേജസ്. നമ്മൾ മുമ്പ് കണ്ടതും കേട്ടതും പരിചയിച്ചതും ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ദൈവസഭയിൽ വരുന്നത്. അങ്ങനെ ആവണമെന്നില്ല പ്രിയപ്പെട്ടവരെ. ഗോഡ് ഈസ്, നമ്മൾ രാവിലത്തെ ഒരു മോളിവിടെ ഒരു എക്സോർട്ടേഷൻ പറഞ്ഞു ഇംഗ്ലീഷ് സർവീസിന്. അവർ ഗോഡ് ഈസ് സോവറിൻ. താൻ പരമാധികാരിയായ ദൈവമാണ്. ഹി ക്യാൻ ഡിസൈഡ്, അല്ലേ? തനിക്ക് തീരുമാനിക്കുക എങ്ങനെ ചെയ്യണമെന്ന്, അല്ലേ? ഇവനെ എങ്ങനെ സൗഖ്യമാക്കണം എന്നുള്ള ദൈവം തീരുമാനിച്ചു. അതാ ദൈവപുരുഷൻ പറഞ്ഞത്. പോകുന്ന വഴിക്ക് ആ യോർദാനിൽ ഇറങ്ങി ഒരു 7 വട്ടം മുങ്ങിയച്ച് പോകാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ. പക്ഷേ പ്രശ്നം, ഇയാളങ്ങ് ക്രുദ്ധിച്ചു. വെറും കോപമല്ല, അതിൻ്റെ ഹയർ ഫോമാണ്. എന്താണ്? ക്രുദ്ധിച്ചു. എന്നിട്ട് പുറപ്പെട്ടു, പോകാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു. ഇയാളുടെ സൗഖ്യവും വേണ്ട, ഒന്നും വേണ്ട, തിരിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെയൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് എന്നും പറഞ്ഞ് ഇയാളെ പ്രതീക്ഷ അങ്ങ് ഉറക്കെ അങ്ങ് പറയുകയും ചെയ്തു. പക്ഷെ അടുത്ത വാക്യം,
ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇയാളുടെ വിചാരമായി പറയുന്നത്. അടുത്തത്, ദമശ്കേക്കിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രയേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലേ? അതാണ് ഇയാളുടെ പ്രശ്നം. നിങ്ങൾ ഈ വിചാരിക്കുന്നില്ല യോർദാൻ എന്തോ ഇങ്ങനെ കണ്ണീരുപോലെ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന മറ്റെന്തോ വലിയ സീനറി, ഇങ്ങനെ അറിയാമല്ലോ, പടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള അങ്ങനത്തെ ഒരു ആറൊന്നുമല്ല യോർദാൻ. ഞാൻ പോയിട്ടില്ല, അത് വേറെ കാര്യം. പോയിട്ടുള്ളവർ പറയുന്നത് ഒരു കലക്കമുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. അതീ കണ്ടാൽ ആർക്കും അങ്ങനെയൊന്നും മുങ്ങാനൊന്നും തോന്നത്തില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞത് കറക്റ്റാണ്. ഇയാളുടെ നാട്ടിൽ ദമസ്കോസ് ഇതിനേക്കാളും നല്ല കണ്ണീര് പോലത്തെ നല്ല ശുദ്ധ വെള്ളമുള്ള നല്ല തടാകങ്ങളവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ അയാൾ പറയും ഇവിടുത്തെ ഈ കലക്കവെള്ളത്തെക്കാളും എത്രയോ നല്ലതാണ് ഞങ്ങളുടെ നാട്ടിലുള്ള ആറുകൾ, അവിടെ ചെന്ന് മുങ്ങിയാൽ പോരെ അല്ലേ. അതുകൊണ്ടാണ് ഈ സ്നാനപ്പെടുന്നവരെ പലരും കളിയാക്കി, എന്തിനാണ് നീയൊക്കെ പോയി കലക്കവെള്ളത്തിൽ മുങ്ങുന്നേ? ശരിയാ, അവിടെ കലക്കവെള്ളം അല്ല വിഷയം, ദൈവം പറയുന്നത് അനുസരിക്കുന്നതാണ് വിഷയം. ആരെങ്കിലും സ്നാനപ്പെടാത്തവരെ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ഓർത്തോണം, സ്നാനം എന്നുള്ളത് ഏത് വെള്ളത്തിൽ പോയി മുങ്ങി ആര് മുക്കി എന്നുള്ളതൊന്നുമല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയാണ്. വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധൻ്റെ നാമത്തിൽ മുഴുകി സ്നാനം ഏൽക്കണമെന്നുള്ളത് അല്ലേ. അത് കർത്താവിൻ്റെ കൽപ്പനയായതുകൊണ്ട് നമ്മൾ അനുസരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ യോർദാനിലെ വെള്ളം മറ്റേ ആറ്റിലെ വെള്ളം എന്നുള്ളതല്ല വിഷയം. എനിക്ക് അവിടെ പോയി കുളിച്ചാൽ പോരെ, അവിടെ പോയി എനിക്ക് കുളിച്ചാൽ പോരെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ശുദ്ധനാകരുതോ എന്ന് ക്രോധത്തോടെ പോയി. ആള് പോയി കഴിഞ്ഞു. ഇയാൾ വണ്ടിയെടുത്ത് പോയി കഴിഞ്ഞു. അപ്പോഴാണ് കൂടെ പോയ കുറച്ച് ഭക്തരായ കുറച്ച് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ മരിച്ചിരി ദൈവഭയമുള്ള അമ്മരെന്തോ പറഞ്ഞു. എന്നാൽ അവന്റെ ഭൃത്യന്മാർ അടുത്തു വന്ന് അവനോട് പിതാവേ കണ്ടോ, ഇയാൾ കമാൻഡർ ആണെങ്കിലും സാറേ എന്നല്ല വിളിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? നല്ലൊരു ബന്ധമുള്ള കുറേ പിള്ളേരുണ്ടായിരുന്നു. അമ്മരെന്ത് ചെയ്തു? അവന്മാരും എന്ന് പറഞ്ഞു, സാറേ പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ? പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാകാം എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്രയധികം എന്ന് പറഞ്ഞു. അമ്മ വളരെ ടാക്ട്ഫുള്ളായിട്ട് അത് ഹാൻഡിൽ ചെയ്തു. അമ്മ ഒന്ന് പറഞ്ഞു, വലിയ കട്ടിയുള്ളൊരു സാധനം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുമായിരുന്നല്ലോ. ഇതൊരു സിമ്പിളല്ലേ, ഒന്നല്ലേ കുളിക്കുന്ന കാര്യമല്ലേ. മലയാളികൾ ഒന്നല്ല 2 നേരം കുളിക്കുന്നവരാ. ഇതൊരു 7 വട്ടം മുങ്ങണം, അത്രയല്ലേ ഉള്ളൂ. അങ്ങ് പോകുന്ന വഴിക്കൊന്ന് കുളിച്ചേച്ച് പോകാൻ സാറേ വാ എന്നും പറഞ്ഞ് അവന്മാരെന്ത് ചെയ്തു? അതൊക്കെ ചേർത്ത് പിടിച്ചു. എന്ത് പറ്റി അടുത്തത്? അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. 7 പ്രാവശ്യം മുങ്ങി എന്ന് പറയുമ്പോൾ ഓർത്തോണേ, ഒന്നിങ്ങനെ മുങ്ങിയേച്ച് പൊങ്ങിയിട്ട് നോക്കും ഇല്ല. നമ്മുടെ പ്രശ്നം ഇതാ. അടുത്തത് രണ്ടാമത് മുങ്ങിയിട്ട് നോക്കും ഇല്ല. ഒന്നീ പഴിച്ച 3 ശരി, ഒന്നുകൂടെ മുങ്ങാം ഇല്ല. 7 പറഞ്ഞാൽ 7 തന്നെയാണ്. അത് 6.5 പ്രാവശ്യം മുങ്ങിയാലും പോരാ. 7ാമത്തെ പ്രാവശ്യം പൊങ്ങിയപ്പം ഒരു ചെറിയ ബാലന്റെ ദേഹം പോലെയായി. അവൻ ശുദ്ധനായി തീർന്നു. ആലോചിക്കുക പ്രിയപ്പെട്ടവരെ, ഇത് ആ സംഭവം ഞാനൊന്ന് തെളിച്ച് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ വിഷയം അതല്ല. വൈ ഡിഡ് ഹി ഗെറ്റ് ആംഗ്രി? അതാണ് എൻ്റെ ചോദ്യം. എന്തിനയാൾ ഇത്രയും കോപിച്ചത്? ക്രുദ്ധനായി അല്ലേ. തിരിച്ചു പോകാൻ 2 വട്ടം പോയി അയാൾ. എന്താ വിഷയം? ദാറ്റ് വാസ് ഹിസ് പ്രൈഡ്. എന്താണ്? തൻ്റെ അഹങ്കാരം അല്ലേ. ഞാൻ ഇത്രയും സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്രയും യാത്ര ചെയ്ത് ഇയാളുടെ അടുത്തൊരു കാര്യത്തിന് വന്നപ്പം ഇയാൾക്കൊന്ന് മിനിമം ഇറങ്ങി വന്നൊന്ന് എന്നെ ഒന്ന് കാണാനുള്ള മര്യാദ അയാൾക്ക് ഇല്ല. അങ്ങനെയുള്ള ഒരുത്തൻ്റെ ഒരു കാര്യവും എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സൗഖ്യമായില്ലേലും സാരമില്ല, ഞാൻ പോവുക. അതെന്തിനാണ് കാണിക്കുന്നത്? ദാറ്റ് ഷോസ് ഹിസ് പ്രൈഡ്. അതുകൊണ്ടാണ് ഈ കോപം വരാൻ കാര്യം എന്താ? തൻ്റെ അഹങ്കാരം, തൻ്റെ ആ നിഗളം, താൻ ആരാണെന്നും. പിന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കോപിക്കുന്നതിന് ഒരു കാരണം നമ്മുടെ പ്രൈഡ് തന്നെയാണ് അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ ആരെങ്കിലും ഒന്ന് ഒഫൻഡ് ചെയ്യും. നമ്മളെപ്പോഴാണ് ദേഷ്യപ്പെടുന്നതല്ലേ. ആരെങ്കിലും ചിലപ്പോൾ ഒന്ന് പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. അവിടെ പ്രശ്നം, ഹു ആർ യു ടു സേ ദാറ്റ്? ഹു ആർ യു ടു ടെൽ മീ? ഇതല്ലേ പ്രശ്നം? ഇതല്ലേ പലരുടെയും പ്രശ്നം? അപ്പം ഹു ആർ യു എന്ന് പറയുമ്പോൾ അവിടെ എന്താ പ്രശ്നം? ഞാൻ. ഒരു ഭക്തൻ പണ്ട് പറഞ്ഞു, മോസ്റ്റ് ക്രിസ്ത്യൻസ് സഫർ ഫ്രം ഐ പ്രോബ്ലം, നോട്ട് ഐ പ്രോബ്ലം, ഐ പ്രോബ്ലം. അതാണ് ഞാൻ. കോളറൊക്കെ ഒന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ കോളറില്ലാത്ത ഷർട്ട് ഇട്ടിരിക്കുന്നത്. ഇപ്പം മനസ്സിലായല്ലേ? നിങ്ങൾ പലരും ചോദിക്കാറുണ്ട്, പാസ്റ്റർ ഇത് എവിടെ നിന്നാണ് മേടിക്കുന്നതെന്ന് അല്ലേ. ഈ കോളർ ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ ഈ കോളറൊന്ന് പിടിക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കോളർ എടുത്താൽ കളഞ്ഞ്. കാര്യം ഈ കോളർ ഉണ്ടെങ്കിൽ പിന്നെ അത് പിടിക്കാനേ നേരം കാണത്തുള്ളൂ. ഈ ഐ പ്രോബ്ലം അല്ലേ, ക്യാപിറ്റൽ ലെറ്റർ ഐ. ആ ഐ അല്ല,
ഇതായിരുന്നെങ്കിൽ നമുക്ക് ചൈതന്യം പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇത് വലിയ പ്രശ്നമാണ് ഇതിൽ. അപ്പോൾ ഇവിടെ ഞാൻ ആരോ ആണെന്നൊരു തോന്നലും, ഇയാൾ ആരാ എന്നോട് കൽപ്പിക്കാൻ, അല്ലേ? ഇത് നമ്മുടെയും പ്രശ്നം ഇതാ. അപ്പം പ്രൈഡ് ക്യാൻ കോസ് ആങ്കർ, അതിനൊരു സംശയം വേണ്ട. രണ്ടാമതൊരാളെ നമുക്ക് നോക്കാം, അതും പ്രവാചകനൊക്കെയാണ്. പഴയ നിയമത്തിൽ യോന എന്നൊരു പ്രവാചകനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, 4-ാം അധ്യായം 1 മുതൽ 4 വരെ. യോന 4-ാം അധ്യായം 1-4. യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി, അവന് കോപം വന്നു. അയ്യോ, യോനയ്ക്ക് കോപം വരൂ? ദൈവത്തിൻ്റെ മനുഷ്യനാ, ദൈവത്തിൻ്റെ പ്രവാചകനാ. ദൈവം ഒരു നാട്ടിൽ ചെന്ന് ദൈവത്തിൻ്റെ ഒരു വചനം പറയാൻ വേണ്ടി ഒരു അസൈൻമെൻറ്റ് കൊടുത്ത് വിട്ടതാ. പക്ഷേ ഇയാൾക്ക് പിടിച്ചില്ല, ആ സ്ഥലം ഇയാൾക്ക് പിടിച്ചില്ല. കാര്യം അവിടെയുള്ള ആൾക്കാരെ ഇയാൾക്ക് ഇഷ്ടമല്ല. നിനവേക്കാണ് പോകാൻ പറഞ്ഞത്. പുള്ളി എന്ത് ചെയ്തു? നേരെ വെച്ച് പിടിച്ചു. നിനവേന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങോട്ട് അടുത്താണ്, പക്ഷേ ഇത് എതിർ ദിശയിൽ എത്രയോ മൈല് പോയി. ചെന്നിട്ട് അവിടെ ഒരു തുറമുഖ പട്ടണത്തിൽ ചെന്ന് ഒരു കപ്പൽ കണ്ടുപിടിച്ച് ടിക്കറ്റും എടുത്ത് കയറി വടെ കിടന്ന് ഉറക്കമായി. അപ്പോൾ ഓടിയ ഓട്ടത്തിൻ്റെ ക്ഷീണം കൊണ്ടാണ് ഈ ഉറക്കം ഉറങ്ങിയത്. ഈ കപ്പൽ കിടന്ന് ഇത്രയും കാറ്റ് തൊലഞ്ഞിട്ട് ഈ മനുഷ്യൻ ഉണർന്നു പോലുമില്ല. അതിൻ്റെ അർത്ഥം എന്തൊരു ഉറക്കമായിരുന്നു. അതിൻ്റെ അർത്ഥം അതുപോലെ ദൈവത്തെ വിട്ട് ഓടിയ ഓട്ടം അതുപോലെ അത്രയും ദൂരം ഓടിയതുകൊണ്ടായിരിക്കും ക്ഷീണം കൊണ്ടങ്ങ് ഉറങ്ങിപ്പോയത്. അവസാനം ഈ കപ്പൽ മുങ്ങാൻ പോകുമ്പോൾ ആൾക്കാർ ചെന്ന് ഇയാളെ ഉണർത്തുക. എടോ, താൻ എങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്? നമ്മളൊക്കെ ചാവാൻ പോവാ, മുങ്ങി ചാവാൻ പോവാ, താൻ എവിടുത്തുകാരനാ? എന്നിട്ട് പ്രാർത്ഥിക്കടാ നിൻ്റെ ദൈവത്തിൻ്റെ അടുത്ത്. നോക്കണം, ഇത്രയും കാറ്റും കോളുമായിട്ട് ഈ മനുഷ്യൻ അറിയുന്ന പോലുമില്ല, സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നത്. ഈ ആടുകയും കുലുങ്ങുകയും ചെയ്യുമ്പോൾ പുള്ളിക്ക് നല്ല സുഖം ഉറക്കത്തിന്, അല്ലേ? ദൈവത്തെ വിട്ട് ഓടുമ്പോഴും ഒരു സുഖം ഉണ്ടെന്ന് ഓർത്തോണം. പക്ഷേ ആ സുഖം ഒത്തിരി സുഖിക്കത്തില്ല, ഒത്തിരി ഉറക്കം നടക്കത്തില്ല. കാര്യം ഉണർന്നേ പറ്റൂ. കുറേ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് അമ്മ തൂക്കിയെടുത്ത് വെള്ളത്തിൽ ഇട്ടു. ഉറക്കവും തീർന്ന്, എല്ലാം തീർന്നു. പിന്നെ എവിടാ? അപ്പം ഇവിടെ ഓർക്കണം, ശരി, ഇയാൾ അവസാനം എന്ത് ചെയ്തു? ഒരു തിമിംഗലം വന്ന് വിഴുങ്ങിയെന്നു ഇയാളെ കൊണ്ട് അവസാനം കൊണ്ട് പറഞ്ഞെടുത്ത് എന്നെ കൊണ്ട് ഛർദ്ദിച്ച് കളഞ്ഞു. പക്ഷേ അവിടെ നിന്ന് ചെന്ന് കുളിച്ച് പിന്നെ എന്തായാലും എത്തേണ്ടടുത്ത് ഇപ്പോൾ എത്തി, അല്ലേ? ദൈവം എത്തിച്ചു. ഇനിയിപ്പോൾ എന്താ? ദൈവം പറഞ്ഞ കാര്യം പറഞ്ഞേക്കാം. ഇയാൾ പറഞ്ഞപ്പം അവിടെ ഏറ്റവും വലിയ രസം, അവിടെ എങ്ങനെയാണ് അവർ ആ ജനം പ്രതികരിച്ചത്? അവരെല്ലാവരും അങ്ങ് അനുദപിച്ച് അവരെന്ത് ചെയ്തു? അവരങ്ങ് മാനസാന്തരപ്പെട്ടു. അപ്പോൾ അവർ മാനസാന്തരപ്പെട്ടതാണ് ഇപ്പോൾ ഇയാൾക്ക് അനിഷ്ടമായത്. മനസ്സിലായോ? ഇയാൾ എന്തൊരു പ്രവാചകനാണ്! ദൈവം പറഞ്ഞ ദൂത് ചെന്ന് പറഞ്ഞപ്പം ഇയാൾ ആദ്യം പോയി പറഞ്ഞില്ല, ഇയാൾ വേറെ കണ്ടോട്ട് പോയി. അവിടെ ദൈവം ഇത്രയും പാടുപെട്ട് ഇയാളെ പിടിച്ചുകൊണ്ട് വന്ന് ഇയാളെ കൊണ്ട് പറയിപ്പിച്ചു. പക്ഷെ പറയിപ്പിച്ചപ്പം അവരങ്ങ് മാനസാന്തരപ്പെട്ടു. ഇനിയിപ്പം നാശം എന്നാണ്, ഇപ്പം നാശമാണ് ഇയാൾ പോയി പ്രവചിച്ചത്, അല്ലേ? പക്ഷേ ഇനിയിപ്പം നാശമില്ല. കാര്യം ദൈവം ഇനി ഇവരെ ശിക്ഷിക്കാൻ പോകുന്നില്ല. അതാണ് ഇപ്പോൾ ഇയാളുടെ പ്രശ്നം. അപ്പോൾ ഇയാൾ എന്തായിരുന്നു ഈ നോക്കി കാത്തിരുന്നത്? പ്രസംഗിച്ചിട്ട് അവിടെ ഇരിക്കുക. എന്ത് കാണാനാ? തീയും ഗന്ധകവും ഇറങ്ങുന്ന കാണാനാ. ചിരിക്കേണ്ട പ്രിയപ്പെട്ടവർ, ചിലപ്പോൾ നമ്മൾ ദൈവമക്കളും ഇങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലേ? നമ്മൾ ആരെങ്കിലും നോക്കിയിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങളെ ദൈവം ശിക്ഷിക്കും എന്നും പറഞ്ഞുകൊണ്ട് നോക്കിയിരുന്നാൽ ദൈവം എന്ത് ചെയ്യും? അവരോട് കരുണ ചെയ്യും. കാരണം എന്താ? അവർ അനുദപിച്ചു, മാനസാന്തരപ്പെട്ടു, അല്ലേ? ഇയാൾക്ക് എങ്ങനെ അറിയാമായിരുന്നു ഈ നിനവേക്കാർ മാനസാന്തരപ്പെടത്തില്ല എന്ന്? ഇയാൾക്ക് എങ്ങനെയാണ് തോന്നിയത്? അതുകൊണ്ടാണ് ഈ അനർത്ഥം കാണാൻ കാത്തിരുന്നത്. പക്ഷേ ദൈവം അവരുടെ ഉള്ളിൽ പ്രവർത്തിച്ചു. ഇയാൾ പറഞ്ഞ ഇയാളൊരു ഇൻസ്ട്രുമെൻറ്റ്, ഒരു മൗത്ത് പീസ് മാത്രമായിരുന്നു ദൈവത്തിൻ്റെ, അല്ലേ? അതങ്ങ് പറയേണ്ട താമസം അവരെ ഏറ്റെടുത്ത് അവരെന്ത് ചെയ്തു? അവർ രട്ടിലും വെള്ളീറിനും ഇരുന്നവരെന്ത് ചെയ്തു? അനുദപിച്ച് അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവ് അവരുടെ മേൽ വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം വേണ്ടാന്ന് അതങ്ങ് ക്യാൻസൽ ചെയ്തു. അപ്പോഴാണ് ഇയാൾക്ക് ദേഷ്യം വന്നത്. ദേഷ്യം വന്ന് ഇയാളിരുന്നോണ്ട് അയ്യോ കോപം വന്നിട്ടല്ല എന്തൊക്കെയാ കാണിച്ചേ? വായിച്ചേ. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ. അത് ഈ പരാതി പറയുന്നത് അതിനും വിളിക്കുന്ന പേരെന്തുവാ? അയ്യോ യഹോവ. നിങ്ങൾ എത്ര അയ്യോ യഹോവേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ ഇന്ന് വരെ ആരെങ്കിലും അയ്യോ യഹോവേ അയ്യോ എന്ന് വിളിച്ച് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കഷ്ടം വരുമ്പോൾ അയ്യോ എന്ന് വിളിക്കും. പക്ഷേ ഇവിടെ അയ്യോ എന്ന് വിളിച്ചിട്ട് എന്തോ ഈ പറയുന്നത്? യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെ അല്ലയോ? അതാ കണ്ടോ എങ്ങനെയുണ്ട്? ഇപ്പം ആര് കുറ്റക്കാരനായി? ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? നിൻ്റെ വാക്കും കേട്ടോണ്ട് ഞാൻ ചെന്ന് വല്ലതുമൊക്കെ പറയും, അവസാനം ഞാൻ കള്ളപ്രവാചകനാവും. അതായിപ്പം പുള്ളിയുടെ പ്രശ്നം.
അല്ലേ? യോനയുടെ പ്രശ്നം, പുള്ളി ഇപ്പം കള്ളപ്രവാചകനായി അല്ലേ? നശിക്കുമെന്ന് ചെന്ന് അവിടെ ചെന്ന് പ്രവചിച്ചു, എന്നിട്ട് നശിക്കുന്നില്ല. കാരണം ഇവർ മാനസാന്തരപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഇയാൾക്ക് സന്തോഷവുമില്ല. ഇയാൾ പറഞ്ഞ പ്രവചനം തെറ്റിപ്പോയി, അതാണ് ഇപ്പോൾ പ്രശ്നം. അതാണ് ഇയാൾക്ക് പ്രശ്നം. ശരി, ഇതല്ലേ ഞാൻ പറഞ്ഞത്, ഇതുകൊണ്ടല്ലേ ഞാൻ പോവാതെ ഞാൻ ഇങ്ങോട്ട് പോയത്. അടുത്തത്, അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. തർശീശിലേക്ക് ഈ ഓടിപ്പോയതിൻ്റെ ന്യായം പറയുക. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഹാവ് യു എവർ തോട്ട് അബൌട്ട് ഇറ്റ്? ദൈവത്തെ അനുസരിക്കാത്തതിന് ന്യായീകരണം കണ്ടെത്തി പറയുക. എന്താ ന്യായീകരണം? പറഞ്ഞ എന്തായിരുന്നു ന്യായീകരണം? കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമായി. ഇതാണ് നമ്മളെന്നും പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നത്. ഇയാളെ സംബന്ധിച്ചുള്ള ഇതൊക്കെ ദൈവത്തിൻ്റെ കുറ്റമാണ്. നിങ്ങളുടെ ദൈവം കൊള്ളാം, എന്തോരു ദൈവം, മഹാദയയും ദീർഘക്ഷമയും കൃപയും കരുണയും ഉള്ളൊരു ദൈവമാണ്. എന്തൊരു ദൈവം എന്ന പോലെ ആ പുള്ളി പറയുന്നത്. എടേ, നമ്മൾ അതല്ലേ, അത് കണ്ടിട്ടല്ലേ നമ്മൾ ഈ ദൈവത്തിൻ്റെ പുറകെ വരുന്നത്. പക്ഷേ ഈ തൻ്റെ പ്രവാചകം പറയുക, എനിക്ക് പണ്ടേ അറിയാം നിനക്ക് ഇങ്ങനത്തെ ചില സോക്കേടുകളൊക്കെ ഉണ്ടെന്ന്. എന്താണ്? നിനക്ക് കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും. അടുത്തത് അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവനെന്ന്. അതാണ് ഇപ്പം പുള്ളി വലിയ പ്രശ്നം. ഈ നശിപ്പിക്കുമെന്ന് പറഞ്ഞത് പുള്ളി അങ്ങ് പ്ലാൻ മാറ്റി. അതിൻ്റെ ദേഷ്യമാണ് ഈ പുള്ളി കാണിക്കുന്നത്. ശരി, അടുത്തത് എന്ത് പറ്റി? ആകയാൽ യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണം. കണ്ടോ? അയ്യോ, പണ്ട് ഇതുപോലെ പ്രാർത്ഥിച്ച വേറൊരാളുണ്ടായിരുന്നു, ഏലിയാവ്. ഇപ്പോൾ മതി. ഇത് കണ്ട അടുത്ത പാർട്ടി, ഏലിയാവിൻ്റെ അനിയൻ. ഇപ്പം ഇന്നത്തെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ പുള്ളി ഇപ്പോൾ ഏലിയാവിന് പഠിക്കുക. എന്താണ്? എന്നെ അങ്ങ് എടുത്തുകൊള്ളണം. എന്താണ്? ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന്. ഞാൻ ചോദിച്ചോട്ടെ, അതിനു വേണ്ടി ഇവിടെ എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? ഞാൻ കോപത്തിൻ്റെ കാരണങ്ങളാണ് പറഞ്ഞു വരുന്നില്ല. ഒന്നാണ് പ്രൈഡ്. ഇതെന്താണെന്നറിയാമോ? പ്രസ്റ്റീജ്. പ്രഷർ കുക്കറല്ല, അന്തസ്. പുള്ളിയുടെ അന്തസ്സിനെ അതെന്ത് ചെയ്തു? ബാധിച്ചു. എനിക്കൊരു അന്തസ്സില്ലേ? ഞാനിപ്പോൾ എന്തുവായി? അവിടെ ചെന്ന് പറഞ്ഞിട്ടിപ്പോൾ ഞാൻ കള്ളനായി, വലിയ മിടുക്കനായി, ഞാനിപ്പം കള്ളനായി. ഇനിയിപ്പോൾ അവർ പുറത്തിറങ്ങി എന്നെ വിളിക്കുക, അവിടെ പോണ് കള്ളപ്രവാചകൻ എന്ന് പറയും അല്ലേ? ഇനി ഞാൻ എങ്ങനെ ഈ ശുശ്രൂഷ നടത്തും? ഇനി എനിക്കൊരു മനുഷ്യൻ്റെ മുഖത്ത് ഇനി ആരെങ്കിലും എനിക്കൊരു സമയം തരുമോ ചർച്ച ചെന്നാൽ? ഇല്ല. കാരണം ഇയാൾ മറ്റടുത്ത് പറഞ്ഞ പ്രവചനം ചീറ്റിപ്പോയി. കണ്ടോ? ഇതാണ് അയാളുടെ പ്രശ്നം. ഇത് പറഞ്ഞിട്ടാണ് പുള്ളി ദേഷ്യപ്പെടുന്നത്. ശരി, എന്ത് പറ്റി? അവസാനം എന്ത് പറ്റിയെന്നറിയാമോ? നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. അത് ഞാൻ ഓടിച്ചങ്ങ് പറയാം. അപ്പം ദൈവം പതുക്കെ ശാന്തമായിട്ട്, മോനെ, നീ ഇങ്ങനെ അങ്ങ് കിടന്ന് ചൂടാവാതെ, നീ ചൂടാവുന്നത് ശരിയാണോ? പുള്ളി അങ്ങനെ പിണങ്ങിയിരിക്കുക. അവിടെ ദൈവം പതുക്കെ ശാന്തമായിട്ട് ചോദിക്കുക. അടുത്തത്, അനന്തരം യോന നഗരം ഞാൻ ഓടിച്ചു വിടാം. ഈ അവിടെ ചെന്നിരുന്നിട്ട് ഒരു പുള്ളിക്ക് അങ്ങ് അരിശം വന്ന് ദൂരെ ചെന്ന് ഇരിക്കുക. പെട്ടെന്നൊരു ആവണക്കല്ലേ വളർന്നു വന്ന് ഇദ്ദേഹത്തിനൊരു തണലൊക്കെ കൊടുത്തു. സന്തോഷമായി. തണലിൽ ഒന്ന് വിശ്രമിച്ചപ്പോഴത്തേക്കും ഒരു പുഴുവിനെ ദൈവം അയച്ചു. അത് പോയി എന്ത് ചെയ്തു? ആവണക്കിനെ അങ്ങ് കുത്തി. അത് വാടിപ്പോയപ്പം ഇയാൾക്ക് പിന്നെയും പ്രശ്നമായി. ഇവിടെ പ്രതികരണം എന്തുവാ? വെയിലങ്ങോട്ട് തലയിലടിച്ചപ്പം സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു. വീണ്ടും മരിച്ചാൽ കൊള്ളാം. ഇപ്പം പ്രശ്നം എന്താ? ഒരു ടെമ്പററി ഷെയ്ഡ് ഉണ്ടായിരുന്നു, അതിപ്പം പോയി. അപ്പോഴും പുള്ളിക്ക് എന്ത് ചെയ്യണം? മരിക്കണം. ശരി, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. അടുത്തത്, ദൈവം യോനായോട്, ആ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ? ഇപ്പം പ്രശ്നം എന്തുവാ? ആവണക്ക്. നേരത്തെ പ്രശ്നം എന്തുവായിരുന്നു? ദൈവം അവരെ നശിപ്പിച്ചില്ല, അതായിരുന്നു പുള്ളിയുടെ പ്രശ്നം. ഇപ്പം എന്താണ്? ഈ ഒരു ആവണക്ക് ഇച്ചിരി കുറേ സമയത്തേക്ക് ഇച്ചിരി തണൽ കൊടുത്തു, അതിപ്പം പോയി, അതിൻ്റെ ദേഷ്യമായി. അടുത്തത് എന്ന് ചോദിച്ചതിന് അവൻ, ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ. ഇങ്ങനെയൊക്കെ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു പ്രവാചകനുണ്ടോ? ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് എനിക്ക് വിഹിതം തന്നെ അല്ലേ? ഞാൻ കോപിക്കും, ഇനിയും കോപിക്കും, മരണം വരെ കോപിക്കും, എന്തോ വേണം? ഇങ്ങനെയൊക്കെയാണ് ദൈവത്തോട് സംസാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ദൈവത്തോട് സംസാരിക്കാൻ പറ്റുമോ? ശരി, അടുത്തത്, അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ. നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം ആലോചിച്ച് ഇങ്ങനെ ചൂടായി നിൽക്കുന്ന പ്രവാചകനോട് പറയാ,
എടാ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ വളർത്തുകയോ ചെയ്യാത്ത ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുവല്ലോ. അടുത്ത വാക്യം. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്വാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. ഉത്തരം അടുത്ത വാക്യം ഇല്ല. അടുത്ത വാക്യം ഉണ്ടോ? ഇല്ല. അതിൻ്റെ ഉത്തരം പറയാത്തെ? ഞാൻ രാവിലത്തെ സർവീസ് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ പോകുമ്പം ഞാൻ ചിലരെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അടുത്തൊന്ന് ചെല്ലും. യോന പ്രൈസിലോട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നാലും സംഭവം ചില്ലറ കോപിഷ്ടനായിരുന്നു. എന്തുമായിരുന്നു ദൈവത്തോട് പിണക്ക്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ദൈവം അവസാനം ഒരു ചോദ്യം ചോദിച്ചു. ഈ 1,20,000 ചില്ലുവാനും പേര് നശിച്ചു പോകുന്നതിന് നിനക്ക് ഒന്നും തോന്നുന്നില്ലേ? അതിനെന്തോ ഉത്തരം പറഞ്ഞേ? ആ ഉത്തരം ഒന്ന് എനിക്ക് കേട്ടാൽ കൊള്ളാം അല്ലേ? ആലോചിച്ച് നോക്കിയേ. ചില കാര്യങ്ങൾ സസ്പെൻസീവ് ബൈബിൾ അങ്ങനെ വിട്ടിട്ടുണ്ട്. ഇയാൾ എന്തോ ഉത്തരം പറഞ്ഞെന്നുള്ള ബൈബിളേ ഇല്ല. നമ്മളായിരുന്നു എന്തു പറഞ്ഞേനെ? ഇനി വിട്, നിനവേയും വിട്, 1,20,000 വിട്. ഈ തിരുവനന്തപുരം പട്ടണത്തിൽ എത്ര ജനസംഖ്യ ഉണ്ടെന്നാണ് പറയുന്നത്? പറഞ്ഞേ, വല്ല പിടിയുണ്ടോ? പണ്ട് 7 പിന്നെ 9, പിന്നെ 11, പിന്നെ 13, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇപ്പോൾ എനിക്കും അറിയത്തില്ല. ഇത്രയും ലക്ഷം പേര് താമസിക്കുന്ന, ഇടം കൈ വലം കൈ അറിയാത്ത ഇത്രയും ലക്ഷം ജനം താമസിക്കുന്ന ഒരു പട്ടണത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അവരെക്കുറിച്ച് ദൈവത്തിനൊരു അയ്യോഭാവം ഉണ്ടെങ്കിൽ നമുക്കെന്താ തോന്നുന്നത്? ഇത്രയും നേരം നമ്മളിങ്ങനെ യോനായെ ഇങ്ങനെ വരഞ്ഞ് മുളക് തേച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. തൽക്കാലം യോനെ അങ്ങ് വിടുക, അയാൾ പോട്ട്. നമ്മളെങ്ങനെ നമുക്കെന്തെങ്കിലും തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇപ്പം നമ്മുടെ മണ്ഡലകാലം തുടങ്ങുമ്പം കറുപ്പെടുത്തുകൊണ്ട് ആയിരങ്ങൾ ലക്ഷങ്ങൾ, മിനിഞ്ഞാന്ന് 1,00,000 പേരാണ് ശബരിമല ദർശനത്തിനെത്തിയത്. നമ്മൾ ഈ ശബരിമലയെ പറ്റി എന്തൊക്കെയോ നമ്മൾ വായിക്കുന്നു, അതൊന്നും ബാധിക്കുന്നില്ല. അവിടെ എണ്ണം കൂടുന്നേ ഉള്ളൂ. അവിടെ അല്ലേ, അവിടെ ഈ പിൽഗ്രിംസിൻ്റെ എണ്ണം കൂടുന്നേ ഉള്ളൂ. തീർത്ഥാടകരുടെ എണ്ണം കൂടുന്നു, വരുമാനവും കൂടുന്നു. എൻ്റെ അർത്ഥം, ഈ കറുപ്പെടുത്ത് തലയിൽ ഇരുമുടിക്കെട്ടും വെച്ച് ശരണം വിളിച്ച് പോകുന്നവരെ കാണുമ്പം നിങ്ങൾക്ക് എന്തു തോന്നുന്നു പ്രിയപ്പെട്ടവരെ? എന്തു തോന്നുന്നു? ഒരു മലയിലേക്കും ആരും പോണ്ട, ഒരു പുണ്യസ്ഥലത്തേക്കും പോണ്ട, ഒരു ദേവാലയത്തിലും പോണ്ട, എങ്ങും പോണ്ട. നമ്മെ വിട്ട് സ്വർഗസ്ഥലങ്ങൾ വിട്ട് ഇറങ്ങി വന്ന മനുഷ്യപുത്രനും ദൈവപുത്രനുമായ യേശു ക്രിസ്തു 2000 കൊല്ലം മുമ്പ് വന്ന് താൻ നമുക്ക് വേണ്ടി നിവർത്തിച്ചിട്ട് തീർത്ത ആ ഒരു വാർത്ത, ഒരു സദ്വർത്തമാനം നമ്മൾ അവരോട് പറയാത്തത് കൊണ്ടല്ലേ അവർ ഇന്നും മലയിൽ കയറി പോകുന്ന പ്രിയപ്പെട്ടവരെ. ഒരിക്കലായിട്ട് ആ മലയിൽ അല്ലേ, ആ ഗൊൽഗോഥ മലയിൽ നമുക്ക് വേണ്ടി മരിച്ച കർത്താവിൻ്റെ സ്നേഹം എന്തുകൊണ്ട് നമ്മളവർക്ക് വെളിപ്പെടുത്തിയില്ല? എന്നിട്ട് നമ്മളും ഇരുന്ന് അനർത്ഥം വരാൻ കാത്തിരിക്കുക, അനർത്ഥം അവർക്കുണ്ടാകുന്നത് കാണാൻ കാത്തിരിക്കുക അല്ലേ? അവരുടെ ഇടയിൽ നിന്ന് ചിലരെ രക്ഷിക്കുമ്പം നമുക്കും ഇതേ ചിന്തയൊക്കെയാണ് മനസ്സിൽ. നമുക്ക് വാസ്തവമായിട്ട് നമുക്കൊന്ന് അനുദപിക്കണം പ്രിയപ്പെട്ടവരെ. യോന മാത്രമല്ല അനുദപിക്കേണ്ടത്, നമ്മളും അനുദപിക്കണം. ശരി, അപ്പോൾ അവിടുത്തെ പ്രശ്നം, യോനയുടെ ദേഷ്യത്തിന് കാരണം എന്താ? ഹിസ് പ്രസ്റ്റീജ്. മറ്റേ ആൾക്ക് പ്രൈഡായിരുന്നു. ഇനി അടുത്തൊരാളിനെ നോക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്ന 4-ാം അധ്യായം 5-6 വാക്യം. ജെനസിസ് ചാപ്റ്റർ 4, 5 and 6. കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീൻ ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. എന്നറിയ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? കയീനങ്ങ് ഭയങ്കര കോപം വന്ന് മോഹമൊക്കെ അങ്ങ് വാടി. കോപം വന്നാൽ മുഖത്ത് അത് കാണാൻ പ്രിയപ്പെട്ടവർ, ഉറപ്പല്ലേ? നിങ്ങൾ ഈ കോപം വരുമ്പോഴിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും, അങ്ങനെയുള്ള വല്ലവരും ഉണ്ടോ? ഇല്ല. കോപം വരുമ്പം എത്ര യാന്ത്രികമായിട്ടൊക്കെ നമ്മൾ ചിരിച്ചാലും കാണുന്നവർക്കറിയാം ഇവൻ കോപിച്ചിരിക്കുക. കയീൻ്റെ മുഖത്തെ കോപവും ആ കോപവും തൻ്റെ മുഖത്തെ മുഖം കണ്ടപ്പം ദൈവം ചോദിക്കുക, എന്താ നിനക്കിങ്ങനെ കോപിക്കുക? നീ എന്തിനാ ഈ മുഖം ഇങ്ങനെ വാടുന്നത്? എന്തായിരുന്നു കയീൻ്റെ പ്രശ്നം? അനിയൻ്റെ വഴിപാട് ദൈവം പ്രസാദിച്ചു, സ്വീകരിച്ചു. ഇവൻ്റെതിൽ പ്രസാദിച്ചില്ല, സ്വീകരിച്ചില്ല. ഇവൻ്റെതിൽ പ്രസാദിക്കാത്തതിന് കാരണം ഇവനിൽ പ്രസാദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എപ്പോഴും ഓർത്തോണം. ഗോഡ് വാസ് പ്ലീസ്ഡ് with Abel and accepted his offering, whereas God was not pleased with Cain. അതുകൊണ്ടാണ് അവൻ്റെ വഴിപാടെടുക്കാത്തത്, അല്ലാതെ അത് ഈ പച്ചക്കറി ആയതുകൊണ്ടല്ല അല്ലേ. അവനിൽ പ്രസാദിച്ചില്ല. അപ്പോൾ നോക്കി, അനിയൻ്റെതിൽ പ്രസാദിച്ചതിന് ഇവൻ അനിയനോട് എന്തുണ്ടായി? അല്ല കോപം. എൻ്റെ
അവൻ്റെ ഉള്ളിലുണ്ടായ എന്താണ് ഈ കോപമായിട്ട് പുറത്ത് വന്നത്? അസൂയ, ജലസി. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ദേഷ്യപ്പെടുന്നതിന് ഒരു കാരണം നമ്മുടെ അസൂയയും കൂടെ അല്ലേ. അപ്പോൾ 3 കാര്യം: പ്രൈഡ്, പ്രസ്റ്റീജ്, ജലസി. ഇത് 3ഉം വേദോസ്തത്തിൽ നോക്കുമ്പോൾ എന്ത് പറ്റും? അത് കോപത്തിന് കാരണമാണെന്നുള്ളത് മനസ്സിലായി. ഇനി നമ്മൾ പഴയ നിയമം വിടാൻ തൽക്കാലം പുതിയ നിയമത്തിലേക്ക് വരാം. അപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇതൊക്കെ പഴയ നിയമത്തിൽ അന്നത് ന്യായപ്രമാണ കാലത്ത് അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പം കൃപായുഗത്തിൽ ആരും കോപപ്പെടാറില്ല. വരാം. ഓക്കെ, മത്തായി സുവിശേഷം 20-ാം അധ്യായം 20 തൊട്ട് 24 വരെ എന്ന് വായിച്ചാൽ. മാത്യു ചാപ്റ്റർ 20:20-24. മത്തായി 20 മുതൽ 24 വരെ. അന്ന് സെബെദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവന്റെ അടുക്കെ വന്ന് നമസ്കരിച്ച് അവനോടൊരു അപേക്ഷ കഴിച്ചു. അയ്യോ, സെബെദി പുത്രന്മാരുടെ അമ്മച്ചി നല്ലൊരു അമ്മച്ചിയാട്ടോ. കാരണം ഇത്രയും നല്ല 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 2 മക്കളുള്ള അമ്മച്ചിയല്ലേ. അപ്പോൾ അമ്മച്ചി നാച്ചുറലി ആലോചിച്ച് നോക്കിയേ, അമ്മച്ചിയെ കണ്ട ആരെ പോലെ, ഏത് അമ്മച്ചിയെ പോലെ ഇരിക്കും അല്ലേ? എപ്പോഴും അമ്മച്ചി ഇങ്ങനെ സ്തോത്രം. എന്നിട്ട് വന്ന് യേശുവിൻ്റെ മുമ്പിൽ വന്ന് നമസ്കരിച്ചു എന്നേ ഉള്ളൂ. ഇംഗ്ലീഷിൽ ഷീ നെൽ ഡൗൺ എന്നാണ്. അവൾ മുട്ടുമേൽ നിന്നിട്ട് യേശുവിനോടൊരു അപേക്ഷ. അപ്പോൾ യേശു പെട്ടെന്ന് എന്ത് പറഞ്ഞാട്ടെ അമ്മച്ചി, എന്താ അപേക്ഷ? നിനക്ക് എന്ത് വേണമെന്ന് അവൻ അവളോട് ചോദിച്ചു. യേശു അങ്ങോട്ട് ചോദിക്കുക, അമ്മച്ചി എന്ത് വേണം? അവൾ അവനോട്, ഈ എൻ്റെ പുത്രന്മാർ 2 നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. അമ്മച്ചി കൊള്ളാല്ല. ഇവിടെ 12 ശിഷ്യന്മാരുണ്ട്. അതിൽ നിന്ന് ഈ അമ്മച്ചിയുടെ 2 മക്കൾ, ഒരു യാക്കോബും ഒരു യോഹന്നാനും, ഇവന്മാർ 2 കൊണ്ട് വിളിച്ചോണ്ട് വന്നിട്ട്, കർത്താവേ ഇതുണ്ട് ഇവനെ ഇങ്ങോട്ട് വേണ്ട, ഇവനെ നാണ്ട് വലത്തും, ഇങ്ങോട്ടോ ഇവനെ വലത്തും. നാണം ഉണ്ടായി അമ്മച്ചിക്ക്. സത്യം, നിങ്ങളല്ല ഇങ്ങനെ ചെയ്യുമോ? യേശുവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കണം റെക്കമെൻഡ് ചെയ്യാൻ പോയിരിക്കുക അമ്മച്ചി. അമ്മച്ചിയും കൊള്ളാം, ഇവന്മാരും കൊള്ളാം. ഇവന്മാരെങ്കിലും പറയട്ടെ, ചുമ്മാരി അമ്മച്ചി, മമ്മി ചുമ്മാരി, നാണക്കേട്. ഞങ്ങൾ 12 പേര് ഒരുപോലെ യേശുവിൻ്റെ കൂടെ അയക്കുന്നത്, ഞങ്ങൾ 2 പേരും എന്തുവാ? ഉടനെ യേശു എന്തു പറഞ്ഞു? അതിനുത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയുമെന്ന് അവർ പറഞ്ഞു. ഓഹോ, അപ്പോൾ അതിൻ്റെ അർത്ഥം അമ്മമാർ എന്നെയാണ് അമ്മച്ചിയെ കൊണ്ടുവന്നത്. കാരണം ഇവർ എന്ത് തയ്യാറായി നിൽക്കുക, ഇവർക്ക് ഇടത്തും വലത്തും ഇരുന്നാൽ മതി. അടുത്തത് കഴിയുമെന്നവർ പറഞ്ഞു. അവൻ അവരോട്, എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും. എനിക്ക് തോന്നുന്നു യേശു ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്മമാരുടെ ആ ഉത്തരം. അമ്മമാരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. പക്ഷെ അമ്മമാർ 2 കൽപ്പിച്ചാൽ നിൽക്കുന്നത്, കുടിക്കാം. അപ്പോഴാണ് യേശു അതൊക്കെ നമ്പർ മാറ്റി. എന്താണ്? എങ്കിൽ ഒരു കാര്യം ചെയ്യും, അത് എൻ്റെ അല്ല, പിതാവാണ് തീരുമാനിക്കുന്നത് പറഞ്ഞ് അവിടെ നിന്ന് ഉരുട്ടി അങ്ങ് വിട്ടു. വിഷയം എന്താണെന്നറിയാമോ? എന്നിട്ട് എന്താ, എൻ്റെ പിതാവ് ആർക്കൊരുക്കിയിരിക്കുന്നു അവർക്ക് കിട്ടും എന്ന് പറഞ്ഞ് ആ പ്രശ്നം യേശു സോൾവ് ചെയ്തു തൽക്കാലം. പക്ഷെ അടുത്ത വാക്യം വായിച്ചേ. ശേഷം 10 പേർ അത് കേട്ടിട്ട് ആ 2 സഹോദരന്മാരോട് നീരസപ്പെട്ടു. വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അവർ 12 പേര് സ്വസ്ഥമായിട്ട് ഒരു ടീമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ അമ്മച്ചി വന്ന് 2 എണ്ണത്തിനെ കയറ്റാൻ പറഞ്ഞോടുകൂടി ബാക്കി 10 എന്തായി? അത് വേറൊരു ഇംഗ്ലീഷിൽ ദേ ഗോട്ട് ആംഗ്രി വിത്ത് ദം എന്നാ. നോക്കണേ, വെറുതെ ഇരുന്ന് ആ ടീമിനകത്ത് കലക്കം ഉണ്ടാക്കി. ഇങ്ങനത്തെ അമ്മച്ചിമാരും ഉണ്ട് കേട്ടോ. എവിടെ പോയാലും എൻ്റെ മോന് എൻ്റെ മക്കൾ അല്ലേ, അവരെ പിടിച്ച് ഫ്രണ്ട് ചേർത്തണം. ശരി, ഇനി വേറെ നമുക്ക് താഴ്ത്ത് വീണ്ടും വരാം. നമുക്ക് അവിടെ ഈ പ്രത്യേകിച്ച് ഈ കോപത്തെ നമ്മുടെ ഏറ്റവും നല്ലൊരു കഥ വേറെ പറയാം. നമ്മുടെ മുടിയനാപുത്രൻ്റെ കഥയുണ്ടല്ലോ അല്ലേ. അവൻ തിരിച്ചു വന്നു, അപ്പനോട് ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവനെന്തോന്ന് ചെരുപ്പിട്ട് കൊടുത്തു, മോതിരം ഇട്ട് കൊടുത്തു, നല്ല വസ്ത്രം ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഭയങ്കര ഒരു പാർട്ടി അങ്ങ് വെച്ചു അല്ലേ. നല്ല ഒന്നാം തരം ബീഫ് ഫെസ്റ്റ് നടത്തി. അതാണ് കാളയറുത്തല്ലേ ഇവിടെ വെച്ചത്. അപ്പം ബീഫ് ഫെസ്റ്റായിരുന്നു അല്ലേ. അപ്പം എന്നിട്ട് ആട്ടവും പാട്ടവും നൃത്തവും ഒക്കെ തുടങ്ങി. നമ്മളെ വിചാരിക്കുന്ന ഇന്ന് ഇതൊന്നും പാടില്ല എന്ന്. അവിടെ ഭയങ്കര ആട്ടവും പാട്ടവും നൃത്തവും ഒക്കെ ആയിരുന്നു. അപ്പോഴാണ് മറ്റേ പാർട്ടി വരുന്നത്. ആരാണ്? അപ്പൻ്റെ എസ്റ്റേറ്റ് ഒക്കെ നോക്കി വെച്ച് വരുന്ന മോന. നല്ല നല്ല അപ്പൻ്റെ ഏറ്റവും കാര്യങ്ങൾ നോക്കും. മറ്റവനെ പോലല്ല, ഇവൻ നല്ല ഉത്തരവാദിത്തമുള്ള മോന. അവൻ വീടിനോടടുത്തെത്തിയപ്പോൾ എന്ത് കണ്ടു കേട്ടു? വാദ്യവും നൃത്തഘോഷവും. വാദ്യവും നൃത്തഘോഷവും. അയ്യോ, ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അയ്യേ, DJ പാർട്ടി നടക്കുക അവിടെ. അപ്പോൾ ഇവൻ വെളിയിൽ വന്നപ്പോഴേ DJ പാർട്ടി സൗണ്ട് കേൾക്കാം. അവിടെ അവൻ വിളിച്ചു ചോദിക്കുക, എടേ എന്തോന്നു? അപ്പോഴേ ഒരുത്തൻ വന്നു, കേട്ടില്ലേ സാറാ ഇവിടെ ആയിരുന്നു. അയ്യോ, അനിയൻ വന്നു. ഏതവനാ? അവൻ വന്നു. എന്നിട്ട് അവനെ കയറ്റിയ വീട്ടിൽ കയറ്റിയാന്നാ. സാറ് ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് എന്തൊക്കെയായിരുന്നു സീന്. സാറ് താണ്ട കൊണ്ടുവന്ന് അവന് പുതിയ വസ്ത്രം ഇട്ട് കൊടുത്ത്, മോതിരം ഇട്ട് കൊടുത്ത്, ചെരുപ്പ് മരത്തിൽ കൂട്ടിക്കാണും അല്ലേ.
ചുരുക്കി പറഞ്ഞാൽ അവിടെ അവൻ്റെ പ്രതികരണം കണ്ടോ, വായിച്ചേ. അപ്പോൾ അവൻ കോപിച്ചു. ഇത് ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായം 27-28. ലൂക്ക് 15:17 27-28 27-28. അവൻ അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയതുകൊണ്ട് തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് മരിച്ചര കൂട്ടി കേട്ടോ. എന്താണ് ബീഫ് എന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. അതെന്താണ്? ഇതെപ്പോഴും കിട്ടുന്ന ബീഫല്ലേ ഇത്? തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അതാണ് അവൻ്റെ പ്രശ്നം. അടുത്തത്, അപ്പോൾ അവൻ കോപിച്ചു. കണ്ടോ, അവനെ വേണേ വീട്ടിൽ കയറ്റിക്കോ, വേണേ അവൻ വന്ന് പറഞ്ഞു തന്നെ, നിന്റെ വേലക്കാരിൽ അതിലൊരുത്തനാക്കിയാൽ പോരെ, എന്തിനാണ് ഇതൊക്കെ? കോപിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പോഴപ്പൻ എന്ത് ചെയ്തു? അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. ഇവൻ തല്ലിക്കൊന്ന് അകത്ത് കയറത്തില്ല, വെളിയിൽ നിൽക്കുക. അപ്പൻ ഇറങ്ങി വന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പൻ എന്തോ ഒന്ന് പറഞ്ഞെന്നറിയാം. അവൻ അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, ഞാൻ നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. ഇവൻ്റെ പ്രശ്നം എന്തായിരുന്നു? ഇവൻ്റെ ഉള്ളിലിരിപ്പ് എന്തുവാ? ഇവനും ഒന്ന് സൂഹിക്കണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ അല്ലേ? പണ്ടൊരിക്കൽ ഒരു അമ്മാമ്മ പറഞ്ഞ, ഞങ്ങളും മാലയിട്ട കമ്മലക്കിട്ട ഇതിനെക്കാളും സുന്ദരിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോഴും ഹൃദയത്തിൽ മുഴുവൻ ഇരിക്കുന്ന എന്തുവാ? മാല തന്നെയാണ് അല്ലേ? ഈ ആറ്റിറ്റ്യൂഡും കൊണ്ട് അകത്തിരിക്കുന്ന ഒത്തിരി മൂത്തപുത്രന്മാരുണ്ട് അല്ലേ? എന്നിട്ട് അപ്പൻ, എന്നിട്ടും അപ്പൻ്റെ ആ പ്രാക്ടിക്കൽ ഒരു ഇത് നോക്കിയേ. അവൾ പറയും, മോനെ, ഞാൻ ഓൾറെഡി ഈ ഉള്ള സ്വത്തെല്ലാം നിൻ്റെ പേര് വില്ലെഴുതി വെച്ചിരിക്കുക, നിനക്ക് എന്നെയാണ് ഇത്. പക്ഷെ അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു, തിരിച്ചു വന്നു അല്ലേ? അവനെ കൂടെ ഒന്നും നിനക്കൊന്ന്. ഇനി എൻ്റെ അവസാനത്തെ ഭാഗം എങ്ങനെ തീരുന്നതെന്നറിയാമോ? ആ കഥ പറഞ്ഞു തീർന്നിട്ടും ആ മൂത്ത പുത്രൻ അകത്ത് വന്നിട്ടില്ല, ഇന്നും വന്നിട്ടില്ല അവൻ. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ, പോയ പുത്രൻ അകത്തായി, അകത്തുണ്ടായ പുത്രൻ പുറത്തായി. ഇതിലേത് പുത്രനാണ് നിങ്ങൾ? നമ്മളാ പോയിട്ട് വന്നവനെ ഇപ്പോഴും മുടിയനെന്നൊക്കെയാണ് പറയുന്നത്. ഏവനാ മുടിയനിപ്പം? അപ്പൻ്റെ കൂടെ ഇത്രയും നാൾ നല്ല പിള്ളയായിട്ടിരുന്നു, പക്ഷേ അപ്പൻ അനിയനോട് ക്ഷമിച്ചു എന്നുള്ളത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ കോപിക്കുന്ന ചേട്ടൻ. ഇന്ന് ഒത്തിരി വിശ്വാസികളും ഇങ്ങനെയാണ് അല്ലേ? നിങ്ങളുടെ ഒരു രീതിയുണ്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോഴിങ്ങോട്ട് വന്ന ഒരാളിനെ കർത്താവ് സ്നേഹിച്ച് അവരെ അങ്ങോട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് അങ്ങോട്ട് ദേഷ്യം ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ഉടനെ പറയുന്നൊരു പേരാ ന്യൂജൻ. ഓൾഡ് ജൻ കാണിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അവിടെ ന്യൂജൻ ഈ ഓൾഡ് ജനും ഒന്നും ദൈവസഭയിൽ ഇല്ല പ്രിയപ്പെട്ടവരെ. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അല്ലേ? അവർ കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽപ്പെട്ട് അവർ ദൈവവചനമനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് കർത്താവിൻ്റെ വരവിനായിട്ട് പ്രത്യാശിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു? അവർ സാക്ഷികളായി ഭൂമിയിൽ ജീവിക്കുന്നു. അവരാണ് ദൈവസഭ പ്രിയപ്പെട്ടവരെ. അതിനെ നമ്മൾ ഒരിക്കലും കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യരുത്. ഓൾഡ് ജൻ ന്യൂ ജൻ ഒന്നും വിളിക്കരുത്. അങ്ങനെയൊന്നും വിളിക്കാൻ നമുക്ക് പ്രമാണമില്ല. ശരി, അപ്പോൾ ഇവിടെ ആ പയ്യനും എന്താണ്? കോപിച്ചു പുറത്തു നിന്നു അല്ലേ? അടുത്തത് നമുക്ക് ഒരു പഴയ നിയമത്തിൽ ഒരാളെ കൂടെ നോക്കിയേക്കാം. 2 ദിനവൃത്താന്തം 26-17 മുതൽ 20 വരെ. അവിടെ 2 ദിനവൃത്താന്തം 26-ാം അധ്യായം 17 മുതൽ 20 വരെ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അസരിയ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായി യഹോവയുടെ 80 പുരോഹിതന്മാരും അവന്റെ പിന്നാലെ അകത്ത് ചെന്ന് ഊസിയ രാജാവിനെ തടുത്ത്. ഈ ഊസിയ രാജാവ് ഈ പുരോഹിതന്മാർ ചെയ്യേണ്ട ഒരു ശുശ്രൂഷ ഇയാൾ കയറി ചെയ്യാൻ പോവുക. അപ്പോൾ അവരുള്ളത്, സാറേ തിരുമനസ്സേ ചെയ്യരുത്, ദാറ്റ്സ് നോട്ട് യുവർ ഡ്യൂട്ടി, നിങ്ങൾ ചെയ്യേണ്ടതല്ല എന്ന് പറഞ്ഞു. അടുത്തത്, തടുത്ത് അവനോട്, ഊസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാർക്കത്രേ വിശുദ്ധ മന്ദിരത്തിൽ നിന്നും പോയിക്കൊള്ളുക. ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത്. അത് നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിനക്ക് മാനമായിരിക്കേയില്ല എന്ന് പറഞ്ഞു. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഊസിയാവ് കോപിച്ചു. അവൻ ധൂപം കാണിക്കാൻ ധൂപകലശം പിടിച്ചിരിക്കെ ഊസിയാവ് കോപിച്ചു. ഇന്ന് ദൈവാലയത്തിനകത്ത് കോപിക്കുന്ന ചിലരുണ്ട്. ശുശ്രൂഷയിലായിരിക്കുമ്പം കോപിക്കുന്നവരുണ്ട്. നിങ്ങളോടൊരു വാക്ക് അല്ലേ?
അവർ ചെയ്യാൻ പാടില്ലാത്തത് അയാൾ ചെയ്യാൻ പോകുന്നത്. അതാ വിലക്കി നോക്കി. പക്ഷേ എന്ത് ചെയ്തു? ആ ധൂപകലശവും പിടിച്ചുകൊണ്ടങ്ങ് കോപിക്കുക. കോപിച്ചുകൊണ്ടിരിക്കയിൽ തന്നെ ധൂപപീഠത്തിൻ്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണുക അവൻ്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. കണ്ടോ? നേരത്തെ ഒരാളുടെ കുഷ്ഠം പോയത് കണ്ടു, ഇവിടെ ഒരാൾക്ക് കുഷ്ഠം വന്നു. പക്ഷേ ആ കുഷ്ഠം വന്നത് എപ്പോഴാണ് ശ്രദ്ധിച്ചോ? കോപിച്ചുകൊണ്ടിരിക്കെ തന്നെ. ഈ കോപം അറിയാൽ ഇവിടെ ഇങ്ങനെ ഡോക്ടേഴ്സ് പറയും, ഇഫ് യു ഹാവിങ് എ പ്രോബ്ലം വിത്ത് എൻ ഇഷ്യൂ വിത്ത് ആങ്കർ, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ എഫക്റ്റ് യുവർ ബോഡി. അതിന് ഒരു സംശയം വേണ്ട. അതിലൊന്ന് നിങ്ങളുടെ ലങ്സാണ്, നിങ്ങളുടെ ശ്വാസം മുട്ട്. 2 നിങ്ങളുടെ ഡെമറ്റോളജിക്കൽ ഇഷ്യൂസ്, സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സൂക്ഷിച്ചോണം. കോപം ഒരു വലിയ കാരണമെന്നാണ് പറയുന്നത്. സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റിയും അത് തീർച്ചയായിട്ടും വേറൊരു ഭാഗം. ഈ കോപം, നിരന്തരം കോപിക്കുന്നതും നിങ്ങളുടെ ശരീരത്തിലെ ചില അവസ്ഥകളുമായിട്ടും ചില ചേർച്ചയുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിയേ, കോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു പാഠം നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. കോപം അതൊരു ഒരു ഇമോഷണൽ ഇഷ്യൂ മാത്രമല്ല, ഇറ്റ് ഹാസ് സംതിങ് ടു ഡു വിത്ത് അവർ ഹെൽത്ത് ഓൾസോ. അത് കോപിക്കുന്നത് നിട്ടുകളായും. ഇനി ചിലരൊക്കെ കോപിത്തിനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാറുണ്ട്. പുതിയ നിയമത്തിൽ 2 അപ്പോസ്തലന്മാർ തമ്മിലൊരു പ്രശ്നമുണ്ടായി. ആരൊക്കെയാണ്? പൗലോസും ബർണ്ണബാസും. ഒരാൾക്ക് ഒരാളെ കൊണ്ടുപോകണം, മറ്റേ ആൾക്ക് വേറൊരാളെ കൊണ്ടുപോകണം. കൊണ്ടുപോകുന്ന ഒരാളെ ചൊല്ലിയായിരുന്നു തർക്കം. ആരെ ചൊല്ലിയ? ജോൺ മാർക്ക് അല്ലേ? പൗലോസ് തല്ലിക്കൊന്നാൻ സമ്മതിക്കത്തില്ല. കാര്യം ഇവനെ വിടരുത്, ഇവനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇവൻ പണ്ടൊരിക്കൽ ഇടയ്ക്കിട്ടേച്ച് പോയതാണ്. സാരമില്ല ബ്രദറെ, നമുക്ക് ക്ഷമിക്കാം. പറ്റത്തില്ല. അവസാനം ഇവർ തമ്മിൽ എന്തായി? ഉഗ്രവാദം ഉണ്ടായി. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിലാണ് 39-ാം വാക്യത്തിൽ. അവർ തമ്മിൽ ഉഗ്രവാദം ഉണ്ടായിട്ട് എന്ത് ചെയ്തു? 2 വഴിക്ക് പിരിഞ്ഞു പോയി. പക്ഷെ ഒരാൾ ഈ മാർക്കോസിനെ കൊണ്ടുപോയി, വേറൊരാൾ സൈലസിനെ കൊണ്ടുപോയി. പക്ഷേ അവിടെ ഒരു കാര്യം ഓർക്കണം, അവർ ഒരു തർക്കം ഉണ്ടായെങ്കിലും അത് ദൈവം അത് നന്മയാക്കി എടുത്തു. അത് 2 അപ്പോസ്തലിക് ടീംസായിട്ടങ്ങ് പോയി, 2 ദൈവം അനുഗ്രഹിച്ചു. പക്ഷെ പിന്നീട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ബഹളം വെച്ച പൗലോസ് ഒടുവിൽ എന്താ പറഞ്ഞത്? അയ്യോ, അവൻ ഏറ്റവും എനിക്ക് വേണ്ടപ്പെട്ടവനാണ്, അവൻ ഒത്തിരി സഹായിയാണ്. കണ്ടോ, പൗലോസിൻ്റെ മനസ്സ് മാറി. ചിലപ്പോൾ നമ്മളൊരാളെ ചൊല്ലിയോ ഒരു വിഷയത്തെ ചൊല്ലിയോ ഒക്കെ ഇന്ന് തർക്കിക്കുകയും കോപിക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്യും. കുറേ കഴിയുമ്പോൾ ആ അവസ്ഥ അങ്ങ് മാറും പ്രിയപ്പെട്ടവരെ. അതും കൂടെ ഒന്ന് ഓർത്തോണം. ഇനി നമുക്ക് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 31, 32, നേരത്തെ 31 വരെ നമ്മൾ വായിച്ചതാ. അതിൻ്റെ എഫേസ്യർ 4:32 വായിച്ചേ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി. ഹൗ ടു ഓവർകം ആങ്കർ. അതും കൂടെ പറയണമല്ലോ, എങ്ങനെ ഈ കോപത്തെ എനിക്കൊന്ന് അതിജീവിക്കാൻ കഴിയുന്നത്? ആദ്യം നിങ്ങൾക്ക് തമ്മിൽ ദയ കാണിക്കണം, മനസ്സലിവുള്ളവരായിരിക്കണം. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കണം. ക്ഷമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കോപിക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ പ്രിയപ്പെട്ടവരെ. അപ്പം കോപത്തിന് ഒറ്റ വഴിയേ ഉള്ളൂ. കോപം വരും, മനുഷ്യരാണ്, നമ്മൾ കോപിക്കും. പക്ഷേ പ്രശ്നം, ആ കോപം എത്ര വരെ വെച്ചോണ്ടിരിക്കാം? അതിനും ബൈബിളിലൊരു വാക്യം പറയുന്നുണ്ട്. എവിടെയാണ്? സൂര്യൻ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 26-ാം വാക്യം. എത്ര നേരം വരെ വെച്ചുകൊണ്ടിരിക്കാം? അതിൻ്റെ അർത്ഥം അപ്പം മിനിമം ഇപ്പം നമ്മൾ ഷവർമ വാങ്ങിക്കുമ്പം അതിനകത്ത് എത്ര മണിക്കൂറിനകത്ത് അത് തിന്നണമെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പം നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ആലോചിക്കുക, എനിക്ക് ആരോടെങ്കിലും കോപമുണ്ടോ? ഉണ്ട്. ഇന്നിപ്പോൾ മണി എത്രയായി? 12:30 മണി. എപ്പോഴാണ് ഇന്ന് സൂര്യാസ്തമനം? കലണ്ടറിൽ നോക്കിയാൽ കാണും. ഓക്കെ, വൈകിട്ട് 6:32 എന്ത് ചെയ്തേക്കണം? ക്ഷമിച്ചേക്കണം. പണ്ടിരിക്കും ഞാനിതുപോലെ ഒരു ക്ലാസ് എടുത്തപ്പോൾ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങാണ്. അപ്പം ആ പയ്യൻ ചോദിക്കുക, അപ്പോൾ രാത്രി പിണങ്ങിയാൽ എപ്പോൾ ക്ഷമിക്കണം? നോക്കണേ, എന്തായാലും പിണങ്ങുമെന്ന് തന്നെയാണ് പ്രശ്നം. പിന്നെ അടുത്ത ദിവസം വൈകിട്ട് സൂര്യൻ അസ്തമിക്കും മതിയല്ലല്ലേ? അപ്പം അല്ല, സൂര്യൻ അസ്തമിക്കുന്ന അത് നീണ്ടു പോകരുതെന്നുള്ള അർത്ഥമാണ്. അറ്റ് ദി ഏർലിയസ്റ്റ് ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്, അല്ലേ? ഗെറ്റ് റിക്കൺസൈൽഡ്. അതാണ് കാര്യം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വാക്ക് നിർത്തുക. എൻ്റെ ഒറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം. എന്താണെന്നറിയാമോ? വാട്ട് വി ട്രൈ ടു ഡു വിത്ത് ആങ്കർ ക്യാൻ ബി ബെറ്റർ വിത്തൗട്ട് ആങ്കർ. കോപത്തിൽ അല്ലെങ്കിൽ കോപത്തോടെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതിനെ കോപം കൂടാതെ ചെയ്താൽ കുറച്ചുകൂടെ മെച്ചമായിട്ട് ചെയ്യാം. മനസ്സിലായോ? യു ക്യാൻ ഡു ഇറ്റ് ബെറ്റർ വിത്തൗട്ട് ആങ്കർ. പക്ഷേ നമ്മളെ ആരോ പഠിപ്പിച്ചു യു ക്യാൻ ഡു ബെറ്റർ വിത്ത്. നമ്മൾ പറയല്ലോ, ഒന്ന് വരട്ടിക്ക്, നല്ലോണം കോപിച്ച് വരട്ടിക്ക്. നിങ്ങൾ ഈ കോപിച്ച് പിള്ളേരെ വഴക്ക് പറഞ്ഞ് പിള്ളേരെ നന്നാക്കിയിട്ടുള്ള തന്തമാരൊന്ന് കൈപൊക്കിക്കേ.
ഒരു തന്ത പോലും കൈപോക്കുന്നില്ല. ഇനി നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഭർത്താവിനെ വഴക്ക് പറഞ്ഞ് കെട്ടിയോ നന്നായിട്ടുള്ള ഭാര്യമാർ കൈപോക്കിക്കേ, ആരുമില്ല. അതിൻ്റെ അർത്ഥം ഇന്നോട്ട് വിത്തൗട്ട് ആങ്കർ അതൊന്ന് ട്രൈ ചെയ്തേ. മക്കളെ വഴക്ക് പറഞ്ഞോ, അല്ലേ, മക്കളെ അടിച്ചോ, പക്ഷേ കോപത്തിൽ നിങ്ങളുടെ കോപം തീർക്കാൻ വേണ്ടി അടിക്കരുത്. അവരെ തെറ്റ് ചെയ്ത് അവരെ ശിക്ഷിക്കണം, അവരെ ഡിസിപ്ലിൻ ചെയ്യണം, അത് ബൈബിളിലെ വാക്യം തന്നെയാണ്. പക്ഷെ കോപത്തിൽ നിങ്ങളവരെ അടിക്കരുത്, കോപത്തിൽ വായി വന്നതെല്ലാം പറയരുത്. നിങ്ങളും ഈ പാവങ്ങളെ ദയവ് ചെയ്ത് കോപത്തിലെല്ലാം കൂടെ അങ്ങ് പറയല്ലേ. അതൊന്ന് സ്നേഹത്തിൽ പറഞ്ഞു നോക്ക്, അവർ നന്നാവുമെന്ന്. ഞങ്ങൾ അത്ര മോശക്കാരൊന്നുമല്ല, ഞങ്ങൾ നന്നാവും. പക്ഷെ ഒന്ന് കോപം ഇല്ലാതെ ട്രൈ അല്ലേ. ഇന്നൊരു തീരുമാനം നമുക്കെടുക്കാം. ഇത്രയും നാൾ കോപത്തിൽ ചെയ്തിട്ട് ഒരു ഗുണവും ഉണ്ടായില്ല. ഇന്ന് മുതൽ ക്യാൻ വി ട്രൈ ഇറ്റ് വിത്തൗട്ട് ആങ്കർ? ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.